മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഒരു 2 ദിവസം ദുബായിൽ സേവനോത്സവം എന്നൊരു പരിപാടിക്ക് പങ്കെടുക്കുകയുണ്ടായി. സേവനം എന്നൊരു സംഘടന 2002 ദുബായിൽ തുടങ്ങിയത് ഒത്തിരി പേരെ സഹായിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഭാരതീയ സാംസ്കാരിക മൂല്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് എല്ലാ മതത്തിലുള്ളവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നൊരു സംഘടനയുടെ 14ാം വാർഷികത്തിന് പങ്കെടുക്കാനായിട്ട് അവിടെ എത്തിയപ്പോൾ സത്യത്തിൽ ആത്മാഭിമാനം തോന്നുന്ന അനുഭവങ്ങളുടെ പരമ്പരയായിരുന്നു അവിടെ കേട്ടതും കണ്ടതും അനുഭവിച്ചതുമെല്ലാം. യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇമെയില് ഇങ്ങനെയുള്ള അത്യന്താധുനിക സംവിധാനങ്ങൾ നമ്മുടെ ധർമ്മത്തെ പ്രചരിപ്പിക്കാൻ, ഭാരതീയ പൈതൃകത്തെ പ്രചരിപ്പിക്കാൻ എത്രത്തോളം അനുഗ്രഹമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതും അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സമൂഹത്തിലെ വ്യക്തികളുടെ കുടുംബാന്തരീക്ഷത്തിലെ മാറ്റം അത് എത്രത്തോളമാണെന്നും അവിടെ പോയി നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു ധന്യമായ മാറ്റം, പ്രത്യേകിച്ച് യുവാക്കളില് വളരെ ഉയർന്ന, വളരെ താഴ്ന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഔദ്യോഗിക സാമ്പത്തിക അവസ്ഥയിലുള്ള വ്യക്തികൾക്കെല്ലാം നമ്മളുടെ പൈതൃകം എത്രത്തോളം ധന്യമായിട്ടുള്ള അനുഗ്രഹമാണ് തരുന്നത് എന്ന് അവിടെ ആ യുവാക്കൾ അടുത്ത് വന്ന് കാല് തൊട്ട് വന്നിച്ച് ഒപ്പം നിന്ന് ഫോട്ടോ എടുത്ത് അവർ പോയപ്പോൾ അവരുടെ മുഖത്തും അവരുടെ മനസ്സിലും കണ്ട ഒരു ആഹ്ലാദത്തിൻ്റെ അലയൊലി കാണാനും കേൾക്കാനും സാധിച്ചു. ഒരുപക്ഷെ കാവ്യവസ്ത്രമുടുത്ത് ഒരു സന്യാസിയെ പോലെ ആയിരുന്നു ഞാൻ അവിടെ പോയതെങ്കിൽ ആ യുവാക്കളും മറ്റുള്ളവരും അടുത്ത് വന്ന് കാണിച്ച ബഹുമാനവും സ്നേഹത്തിൻ്റെയും 10 ലക്ഷത്തിലൊരംശം പോലും ചിലപ്പോൾ കാണാനോ കേൾക്കാനോ സാധിക്കില്ല. സന്യാസത്തോട് അവർക്കുള്ള യോജിപ്പില്ലായ്മയല്ല അതിന് കാരണം. സന്യാസിമാർ പലപ്പോഴും അമിതമായിട്ടുള്ള ആത്മീയതയും അമിതമായിട്ടുള്ള ഈശ്വരീയതയും ഒത്തിരിയൊക്കെ മതാന്തർഗതങ്ങളായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായിട്ട് സയൻസും കൂടി ചേർത്ത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ പ്രയോജനപ്പെടുത്താം എന്നുള്ള രീതിയിൽ സ്വാതന്ത്ര്യം അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റം ധന്യമായിട്ട് കാണുന്നു. 3 വർഷങ്ങൾക്ക് മുമ്പ് ബഹ്റൈനിൽ ചെന്നപ്പോൾ എന്നെ കൊണ്ടുപോയതും ബഹ്റൈൻ മലയാളി അസോസിയേഷന്റെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതും വിദ്യാരംഭം നടത്തിച്ചതൊക്കെ മാത്യു എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കുവൈറ്റിൽ പോയപ്പോഴും വേറൊരു മാത്യു ആയിരുന്നു. ഇവിടെ സേവനോത്സവം എന്ന സംഘടനയിലെ സുഭാഷ് ജിയും അവരുടെ കൂട്ടത്തിലുള്ളവരും എല്ലാവരുമാണ് ശരിക്കും കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത്രയും വലിയൊരു സംഘടനയുടെ ഇത്രയും വലിയൊരു പരിപാടിയിൽ അതിൻ്റെ ഭരണസാരഥ്യം വഹിക്കുന്നതിൽ ഏറ്റവും മുകളിലുള്ളവർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ നിൽക്കുക, സംസാരിക്കുക, ഭക്ഷണം കഴിക്കാൻ വരിക അത്യപൂർവമായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ എന്നെ എയർപോർട്ടിൽ നിന്ന് സ്വീകരിച്ച് തിരിച്ച് എയർപോർട്ടിലാക്കുന്നത് വരെയുള്ള ചാർജ് ഒരു അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള മാത്യു എന്ന് പറയുന്ന ആൾ തന്നെയായിരുന്നു. 3 സ്ഥലത്ത് 3 മാത്യുമാര്. അപ്പോൾ ജാതിയോ മതമോ ഒന്നുമില്ലാതെ എല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ട് ധന്യമായിട്ടുള്ളൊരു പരിപാടി. ഞാൻ ഇന്നുമെല്ലാം വിദേശ
ഭാരതീയ സംഘടനകളോടും മലയാളികളോടും പറയാറുണ്ട്, നമ്മളുടെ ഏത് പരിപാടി എവിടെ സംഘടിപ്പിക്കുകയാണെങ്കിലും, അമ്പലങ്ങളിലാണെങ്കിലും സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും 1/3 ഭാഗം അതിൽ ആത്മീയ കാര്യങ്ങൾ ഉണ്ടാവണം. കീർത്തനങ്ങളോ ഭജനകളോ പ്രാർത്ഥനകളോ 1/3, അതിൽ കൂടുതൽ ആത്മീയത വേണ്ട. 1/3 ഭാഗം കലാപരമായ കാര്യങ്ങൾ വേണം. നമ്മുടെ ഭാരതീയമായ ഡാൻസ്, സംഗീതം, വാദ്യമേളങ്ങള് അതുണ്ടാവണം. പിന്നെ 1/3 ഭാഗം ജീവിതത്തെ ധന്യമാക്കുന്ന ഭൗതിക കാര്യങ്ങള് നമ്മളുടെ ഭക്ഷണം, ഒത്തുചേരല്, നല്ല ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള പ്രഭാഷണങ്ങള്, സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലുകള്, അറിയിക്കലുകള്, പഠിപ്പിക്കലുകള്, അത് 3 അക്ഷരം പ്രതി ഇംപ്ലിമെന്റ് ചെയ്തതുപോലെ കാണും ഈ സേവനോത്സവം എന്ന സേവനം എന്ന സംഘടനയുടെ സേവനോത്സവം എന്ന പരിപാടി. സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ഒരു സന്ദേശം അദ്ദേഹം കൊടുത്തു. ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ല രീതിയിലുള്ള സന്ദേശം കൊടുത്തു. എല്ലാവരും നമ്മളുടെ ഈ ഭാരതീയര് എന്ന വീക്ഷണത്തില്, നമ്മുടെ പൈതൃകം എന്ന വീക്ഷണത്തിൽ ഭാരതീയ പൈതൃകത്തിന് വളരെയധികം ഊന്നൽ കൊടുത്തുകൊണ്ട് ധന്യമായിട്ടൊരു പരിപാടിയായിരുന്നു. എവിടെയെല്ലാം കയറി ചെന്നോ അവിടെയെല്ലാം ഈ യൂട്യൂബിന്റെയും ഫേസ്ബുക്കിന്റെയും ഇമ്പാക്റ്റ് കാണാൻ സാധിച്ചു. വളരെ വളരെ നല്ലൊരു ഇമ്പാക്റ്റാണ്. പോകുന്ന റോട്ടിലൂടെ പരിചയമുള്ളവരുടെ എണ്ണം തിരുവനന്തപുരത്തുള്ളതിൻ്റെ ഒരു 100 ഇരട്ടി പരിചയക്കാര് ദുബായിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. എല്ലാവരും അടുത്തു വന്നു. ശരിക്ക് തൊട്ട് തലയിൽ വെച്ച അനുഭവങ്ങളായിരുന്നു 100 കണക്കിന് ഉണ്ടായിരുന്നത്. ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയെ തൊട്ട് തലയിൽ വയ്ക്കുക. ഞാൻ അവരുടെ ആരുമല്ല, അവരെന്നെ നേരിട്ട് കണ്ടിട്ടുമില്ല. കുറേ പേര് അടുത്ത് നിന്നു. അടുത്ത് വരാൻ സാധിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഫോട്ടോ എടുക്കാൻ സാധിച്ചെന്ന് വിചാരിച്ചിരുന്നില്ല. ഈ മനുഷ്യബന്ധങ്ങള്, ദാഹിക്കുന്ന ഒരു വ്യക്തിക്ക് വെള്ളം കൊടുക്കുന്ന മാതിരി, വിശക്കുന്ന ഒരു വ്യക്തിക്ക് ഭക്ഷണം കൊടുക്കുന്ന മാതിരി, രോഗമുള്ളൊരു വ്യക്തിക്ക് മരുന്ന് കൊടുക്കുന്ന മാതിരി, നല്ല ചുട്ടുപഴുക്കുന്ന വെയിലത്ത് തണലുള്ളതുപോലെ, കരയുന്ന വ്യക്തിയെ ആശ്വസിപ്പിക്കുന്ന പോലെ, ദാഹിക്കുന്ന മനസ്സിന് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് പൈതൃകത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ നന്മകളും കൂടി ചേർത്തിട്ടുള്ളതോ ആയിട്ടുള്ള ആ സന്ദേശങ്ങൾ കൊടുക്കുമ്പോൾ അതെങ്ങനെയാ അവര് ദാഹിക്കുന്ന മനസ്സും വിശക്കുന്ന ശരീരവും സ്വീകരിക്കുന്ന പോലെ സ്വീകരിക്കുന്നത് എന്ന് നേരിട്ട് കാണാൻ സാധിച്ചു. അവാച്യമായിട്ടുള്ള ഒരു അനുഭൂതിയായിരുന്നു. ധാരാളം പേര് മുമ്പിൽ വന്ന് നിന്ന് സന്തോഷം കൊണ്ട് കരയുന്നുണ്ടായിരുന്നു. എന്തെല്ലാമാണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. പൊളിറ്റിക്സ് പറയാറുണ്ട്, അതുപോലെ തന്നെ എക്കണോമിക്സ്, സാമ്പത്തിക കാര്യങ്ങൾ, വ്യാവസായിക കാര്യങ്ങൾ എല്ലാം പറയാറുണ്ട്. ഈവൻ ചില കാര്യങ്ങൾ ശക്തമായിട്ട് എതിർക്കാറുണ്ട്. ഈവൻ ഇന്നലെ വൈകുന്നേരം അപ്ലോഡ് ചെയ്ത നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചും അതുപോലെ വാമനനും മഹാബലിയെക്കുറിച്ചും ഇങ്ങനെ ഈ ഇമോഷണലി വളരെ ടോപ്പിലെത്തിയപ്പോൾ 1-2 തെറ്റായിട്ടുള്ള വാക്കുകൾ എൻ്റെ നാവിൽ നിന്ന് വന്നിരുന്നു. അതിലെനിക്ക് ദുഃഖം തോന്നുന്നു. അത് വരരുതായിരുന്നു. ആ സ്പീഡിൽ പറഞ്ഞപ്പോൾ അത് വന്നിരുന്നു. പക്ഷേ അതിനൊന്നിനും അത്ര പ്രാധാന്യം കൊടുത്ത് നെഗറ്റീവായിട്ട് കാണാതെ എടുക്കേണ്ടത് മാത്രം കാണുന്ന ഒരു വലിയ വലിയ സമൂഹത്തെ, 1000-ഓളം വ്യക്തികളെ പ്രതീക്ഷിച്ചു. 1000-ഓളം വ്യക്തികൾക്ക് ഭക്ഷണം കരുതി. പക്ഷേ 2000-2500-ഓളം പേര് വന്നു. അപ്പോൾ അതെല്ലാം ഒരു വലിയ, സാധാരണ രീതിയിൽ മോഹൻലാല്, മമ്മൂട്ടി, സിനിമാ നടന്മാര്, ഗായകന്മാരൊക്കെ വരുന്ന ആ സദസ്സുകളിൽ കാണുന്നത് പോലെ നമ്മുടെ പൈതൃകം അതിൻ്റെതായിട്ടുള്ള തേൻതുള്ളികൾ കൊടുക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിലെ വ്യത്യാസം പ്രത്യക്ഷമായിട്ട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത പരിപാടിയിൽ നല്ലോണം അനുഭവിക്കാൻ സാധിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനമായ ചതയവും കൂടി ചേർത്ത് സേവനോത്സവം ആഘോഷിച്ചപ്പോൾ ചതയത്തിന്റെ മഹത്വം പ്രോമിനന്റ് ആയിട്ട്
പറയാനും അനുഭവിക്കാനും അതനുസരിച്ച് ഗുരുദേവന്റെ ചിത്രങ്ങൾ വയ്ക്കാനും വിളക്കെത്തിക്കാനൊക്കെ സാധിച്ചു. പൊതുവെ ദുബായിൽ പണ്ടത്തെ മാതിരിയുള്ള സ്വാതന്ത്ര്യമൊന്നും ഇപ്പൊ ഇല്ല. എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലും ഭംഗിയായിട്ട് നടത്താൻ സാധിക്കുമോ എന്നവർ ഭയപ്പെട്ടിരുന്ന സമയത്ത് ഒരു പ്രോബ്ലവും ഇല്ലാതെ അതെല്ലാം നടന്നു. റോട്ടിലൂടെ പോകുമ്പോൾ വഴിവക്കിൽ കാണുന്ന നൂറുകണക്കിന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായിട്ടുള്ള കേരളീയര്, ഭാരതീയര് അടുത്തു വന്ന് ക്ഷയിക്കാൻ്റെ എന്ന സ്നേഹ ബഹുമാനാദികളോടുകൂടി അവരെ കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. ഇതൊരു എന്തെങ്കിലും കാര്യങ്ങളും മറ്റൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്യുമ്പോൾ, ആ യജ്ഞഭാവത്തിൽ കർമ്മം ചെയ്യുമ്പോൾ രാഷ്ട്രീയമായി വീക്ഷണ വ്യത്യാസമുള്ളവര്, മതപരമായി വീക്ഷണ വ്യത്യാസമുള്ളവര്, വേറെ ഏതെങ്കിലും തരത്തിലുള്ള വീക്ഷണ വ്യത്യാസമുള്ളവര് പോലും അടുത്തു വന്ന് ബന്ധപ്പെടുന്ന മഹത്തായ അനുഭവം ഈ ദുബായ് യാത്രയിൽ കാണാൻ സാധിച്ചു. ദുബായിൽ വ്യക്തികളുടെ ജീവിതത്തിലും കുടുംബാന്തരീക്ഷത്തിലും സമൂഹത്തിലും നമ്മുടെ ഭാരതീയരിൽ കാണുന്ന അടിമുടിയുള്ള വ്യത്യാസം അത്ഭുതകരമായിട്ടുള്ള അനുഭൂതിയോടുകൂടി അനുഭവിച്ചറിയാൻ എനിക്ക് അവസരം നൽകിയത് സേവനം എന്ന സംഘടനയുടെ ഭാരവാഹികൾ സേവനോത്സവം എന്ന പരിപാടിയിലൂടെയാണ്. അതിൽ അവരെല്ലാ വർഷവും നടത്താറുള്ളതിൽ നിന്ന് ഭിന്നമായിട്ട് രാവിലെ ഒരു 2 മണിക്കൂറോളം എൻ്റെ പ്രഭാഷണം ഉണ്ടായിരുന്നു. ഉച്ചയ്ക്കും പ്രഭാഷണം ഉണ്ടായിരുന്നു. അതിനിടയ്ക്കുള്ള സമയത്ത് നല്ല അസല് കീർത്തനങ്ങളും ഭജനകളും അതിഗംഭീരമായിട്ടുള്ള ഭാരതീയ നൃത്ത പരിപാടികൾ എല്ലാം കൂടി ചേർത്ത് അതൊരു ഉത്സവം തന്നെയായിരുന്നു. നല്ല സിമ്പിളായിട്ടുള്ള ഭക്ഷണം, വെജിറ്റേറിയൻ ഭക്ഷണം. വന്നവർക്ക് ആർക്കും ഒരു കംപ്ലൈന്റും ഇല്ലാതെ ആൾക്കാരുടെ എണ്ണം കൂടിപ്പോയത് കൊണ്ട് ഉണ്ടായ ഒരു മൈന്യൂട്ട് അസൗകര്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായെങ്കിൽ അല്ലാതെ അവരാരും പറഞ്ഞുമില്ല. പിന്നെ കുറേ പേര് വന്ന് ഒരു പ്രത്യേക പരിപാടി പ്രഭാഷണം കഴിഞ്ഞ് കുറച്ച് പേര് പോയി, വേറെ ഗ്രൂപ്പ് വന്നു അടുത്ത പ്രഭാഷണത്തിന്, അങ്ങനെയും കൂടി തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് ആ വലിയ ഹാളിനകത്ത് നിറഞ്ഞ കവിഞ്ഞ് നിന്നുകൊണ്ട് കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന വലിയ മനസ്സ് കാണിച്ച മലയാളികൾ, അതിനെല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്ത സുഭാഷിനെ പോലെയും മാത്യുവിനെ പോലെയും ഉള്ള വ്യക്തികൾ, അവസാനം പാതിരാത്രിക്ക് റിട്ടേൺ ടിക്കറ്റിൽ എയർപോർട്ടിൽ എത്തിയപ്പോൾ ഈ മാത്യു എന്ന് പറയുന്ന മനുഷ്യന്റെ ബന്ധുവാണ് ഗോപാലകൃഷ്ണൻ എന്ന ഞാൻ എന്ന രീതിയിൽ തന്നെ മാത്യു പറയുകയും എന്നെ സി ടെർമിനലിലേക്ക്, ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ ഉണ്ട്, എന്നെ കൊണ്ടുപോയത് മുഴുവനും മുസ്ലിം യുവാക്കളായിരുന്നു. സുലൈമാൻ ആയിരുന്നു ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് കൊണ്ടുപോയത്. അവിടെ നിന്ന് ലിഫ്റ്റിൽ കയറിയിട്ട് വേറൊരാള് സൽമാൻ എന്ന് പറയുന്ന ആൾ കൊണ്ടുപോയി. സുലൈമാൻ എന്ന് പറയുന്ന ആള് ശ്രീലങ്കൻ മുസ്ലിമാണ്. സൽമാൻ എന്ന് പറയുന്ന ആള് കറാച്ചി എന്ന് വന്ന മുസ്ലിമാണ്. അത് കഴിഞ്ഞ് കുറെ കൂടി പോയപ്പോഴത്തേക്കും ഗഫീർന്നോ എന്തോ പറയുന്ന ഒരാള്, അയാൾ ബംഗ്ലാദേശി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയത് പരമേശ്വരൻ എന്ന് പറയുന്ന ഒരാൾ. 4 വണ്ടിയിലാണ് എന്നെ C14 ടെർമിനലിലേക്ക് കൊണ്ടു. ഈ 4 പേരും എന്നോട് കാണിച്ച സ്നേഹവും ബഹുമാനവും, അത് ഞാൻ മാത്യുവിന്റെ ബന്ധുവാണ് എന്ന് മാത്യു ഫോൺ വിളിച്ച് പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിച്ചതാണ്. ശരിക്ക് ആ എയർപോർട്ടിനകത്ത് കൂടെ നടക്കുമ്പോൾ 100 കണക്കിന് മലയാളികൾ അടുത്ത് വന്നിട്ട് തൊഴുത് ഞങ്ങൾ കേൾക്കാറുണ്ട്, യൂട്യൂബും ബാക്കിയുള്ളതെല്ലാം എന്നൊക്കെ പറയുമ്പോൾ ലഭിക്കുന്ന ഒരു ആത്മാനുഭൂതി അനുഭവിക്കാൻ സാധിച്ചത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. പ്രണാമം, നമസ്കാരം.